ഹായ്. മൗനം അത് നമുക്ക് ഒരുപാട് വിലപിടിപ്പുള്ള ഒരു സ്വഭാവ രീതിയാണെന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും മൗനം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മൗനം ശീലിക്കാൻ നമ്മൾ പഠിക്കേണ്ടത് എവിടെയാണ് ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളാണ് നമുക്ക് ഇമോഷണൽ ഫീലിങ്സ്, ദേഷ്യം, ആങ്സൈറ്റി, ഉത്കണ്ഠ ഇത്തരം അവസരങ്ങളിൽ മൗനം നമുക്ക് ഒരുപാട് നല്ലതാണ്. പ്രത്യേകിച്ചും ആരോടെങ്കിലും നമുക്ക് ദേഷ്യം തോന്നുന്ന സമയത്ത് മൗനം പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? വളരെ നല്ലതാണ്. കാരണം ദേഷ്യം തോന്നുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ബുദ്ധി ഉണ്ടാവില്ല. ബുദ്ധി ശരിയായ രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ, ദേഷ്യത്തിൽ പറഞ്ഞാലോ ചെയ്താലോ അത് റോങ് ആയി മാറും. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഖേദിക്കേണ്ടിയും വരും. അപ്പം നമുക്ക് ഇത്തരം ഘട്ടങ്ങളിൽ ഇമോഷണൽ ഫീലിങ്സ് വീക്കാവുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇങ്ങനൊരു ശീലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാവും. പലപ്പോഴും ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, പല സന്ദർഭത്തിലും മൗനം പാലിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് മൗനം ഒരു അനുഗ്രഹമായി തീരും. ഓക്കെ, താങ്ക് യു.